ഇന്ന് വരുന്നത് നല്ല സെമി പാർട്ടി വെയർ കളക്ഷൻസ് ആണ് വരുന്നത് കേട്ടോ. ക്രഷ് ടിഷ്യൂ ഫാബ്രിക്കിൽ നിന്ന് ഡിഫറെന്റ് പാറ്റേണിലാണ് സാരീസ് വരുന്നത്. ഞാൻ ജെവിൻ ഷഫീഖ്, വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. എല്ലാ സാരീസും നമുക്ക് വെബ്സൈറ്റ് ത്രൂ ഒരു വാട്സ്ആപ്പ് വഴി പർച്ചേസ് ചെയ്യാം. clouddesigns.com ആണ് വെബ്സൈറ്റ് ലിങ്ക് വരുന്നത്. ഡെയിലി മോർണിംഗ് ഇന്ത്യൻ ടൈം 10:30 AM ആൻഡ് ആഫ്റ്റർനൂൺ 1:30 PM 2 വീഡിയോസ് ആണ് നമ്മൾ ഡെയിലി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. ക്ലൗഡ് ഡിസൈൻസ് വിത്തിൻ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. വീഡിയോ കണ്ടു നോക്കിയാലോ. ഇന്ന് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന പാർട്ടി വെയർ സാരീസ് ആട്ടോ. ക്രഷ് ടിഷ്യൂ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. നല്ല കോമ്പിനേഷനിലാണ് സാരിയുടെ കളർ വരുന്നത്. ഒരു ഡ്യുവൽ ടോണിലാണ് സാരി വരുന്നത്. ഡ്യുവൽ കോമ്പിനേഷനിൽ ഫുൾ ആ ഒരു ക്രഷ് ഫീലിലായിരിക്കും. ബോഡി കംപ്ലീറ്റ് ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരുന്നത്. അതിൽ സിമ്പിൾ ബോർഡർ ആണ്. ബോഡി പ്ലെയിൻ വന്നിട്ട് സിമ്പിൾ ബോർഡർ ആയിരിക്കും സാരി വരുന്നത്. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോൾ നല്ലൊരു എലഗൻ ലുക്ക് ആയിരിക്കും കേട്ടോ. ഈ ഒരു സ്റ്റൈലാണ് വരുന്നത്. നല്ല ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക്കാണ്. സോഫ്റ്റ് ടിഷ്യൂവിൽ ആ ഒരു ക്രഷ് ഫീലാണ് വന്നിരിക്കുന്നത്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ഇതിലൊരു മെറൂൺ ടോൺ ഉണ്ട്, ഒരു ഗോൾഡൻ ടിൻറ്റഡ് മെറൂൺ ആണ് ആ ഒരു ഡ്യുവൽ കോമ്പിനേഷൻ വരുന്നത്. ഈ ഒരു സ്റ്റൈലിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു യെല്ലോയിഷ് ഗോൾഡനാണ് വരുന്നത്. സ്ട്രെയിറ്റ് നോക്കുമ്പോൾ ആ ഒരു ഡാർക്ക് മെറൂണിലാണ് വരുന്നത് സാരി. ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ ക്ലോസിൽ കണ്ടോ. ക്ലോസർ വ്യൂവിൽ ആ ഒരു ക്രഷ് ഫീലിൽ ഡ്യുവൽ കോമ്പിനേഷനിലായിരിക്കും സാരി വരുന്നത്. നല്ല ഒരു ക്രംബിൾ ഫീലാട്ടോ സാരി വരുന്നത്. കണ്ടോ, ഒരു ഗോൾഡൻ യെല്ലോ വിത്ത് മെറൂൺ, ഈ രണ്ട് കളർ പാറ്റേണിലായിരിക്കും സാരി. ഞാൻ ആ ഒരു ടെക്സ്ചർ ഫീൽ ചെയ്യാനായിട്ടോ ഇങ്ങനെ കാണിക്കുന്നത്. ഇത്രയും ക്ലോസറിൽ ബോർഡർ വരുന്ന സിമ്പിൾ ബനാറസി ബോർഡർ ആയിരിക്കും സാരിക്ക് വരുന്നത്. പല്ലു വരുമ്പോൾ ഈ ഒരു സ്റ്റൈലാണ്. മുന്താണിയിലും ആ ഒരു ക്രംബിൾ ഫീൽഡ് തന്നെയാണ്. ഒരു സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും സിമ്പിൾ പല്ലു. ബോഡി നല്ല എലഗൻ പാറ്റേണിലാണ് വരുന്നത്. ബ്ലൗസ് കൂടി ഞാൻ കാണിക്കാം ക്ലോസറിൽ. ബ്ലൗസ് സെമി സിൽക്കിൽ ബ്രൊക്കേഡ് വീവിലാണ്. അതിലൊരു ഗോൾഡൻ ഒരു സ്വീക്കൻസ് വർക്ക് വന്നിട്ട് ഫ്ലോറൽ ജെറിവുവൺ മോട്ടീവ്സിലായിരിക്കും ബ്ലൗസ് വരുന്നത്. കോൺട്രാസ്റ്റ് ആയിട്ട് ഈ ഒരു മെറൂൺ ടോൺ ആട്ടോ സാരിയിലുള്ളതും. നല്ല പാറ്റേണിലാണ്, ബ്യൂട്ടിഫുൾ പാറ്റേണിൽ നല്ല ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക്കാണ്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും സാരിയുടെ. മുന്താണി വരുമ്പം ആ ഒരു ക്രഷ് ഫീലിൽ ഷോർട്ട് പല്ലു. ബ്ലൗസ് ഈ ഒരു ബുട്ടി വർക്ക് അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് മെറൂൺ ബ്ലൗസും സിൽക്കിന്റെ ഒക്കെ ബ്ലൗസ് ഒരു ഫുൾ സ്ലീവിലൊക്കെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ലുക്ക് ആയിരിക്കും കേട്ടോ. വീണ്ടും നല്ല ബ്യൂട്ടിഫുൾ കളർ പാലറ്റിൽ തന്നെ നെക്സ്റ്റ് സാരിയും വരുന്നത്. ഫസ്റ്റ് സാരി നല്ലൊരു ഷെയ്ഡായിരുന്നു. സെക്കൻഡ് സാരി വരുന്നത് ഗ്രീൻ ആണ്, പ്രോമിനൻസ് ഗോൾഡ്. ഇതും ആ ഒരു ഡ്യുവൽ കോമ്പിനേഷനിലാണ്. ഇതിന്റെ ഒരു റെയർ കോമ്പിനേഷനിലാണ് സാരി വന്നിരിക്കുന്നത്. ബ്ലെൻഡഡ് പാറ്റേൺ വരുന്നത് ലൈലാക്ക് വിത്ത് ഗ്രീൻ ആണ് ഇതിൽ ഡ്യുവൽ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും വിത്ത് സിമ്പിൾ ബോർഡർ. അതേ ക്രഷ് ഫീലിൽ തന്നെയാട്ടോ സാരി വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ ഞാൻ ക്ലോസറിൽ കാണിക്കാം. ലൈലാക്ക് വിത്ത് ഗ്രീൻ നമ്മളങ്ങനെ വളരെ അൺയൂഷ്വലാണ് ഈ ഒരു കോമ്പിനേഷൻ വരുന്നത് കേട്ടോ. ഈ ഒരു സ്റ്റൈലായിരിക്കും വരിക. ആ ഒരു ക്രംബിൾ ഫീലിൽ തന്നെ വിത്ത് സിമ്പിൾ ബനാറസി ബോർഡർ. സ്ട്രൈപ്പ് ഡിസൈൻസിൽ തന്നെ ആയിരിക്കും സാരിയുടെ മുന്താണി വരുന്നത്. മുന്താണി ഒരു ഷോർട്ട് പല്ലുവാണ് വരുന്നത്. ഈ ഒരു സ്റ്റൈലാണ് മുന്താണി വരുന്നത്. ഇതിനും ആ ഒരു കോമ്പിനേഷൻ ലൈലാക്ക് ആ ഒരു ത്രെഡ് കൂടി ഉള്ളതുകൊണ്ട് ലൈലാക്ക് ടോണിൽ തന്നെയാണ് ആ ഒരു ബനാറസി ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളറും നല്ലൊരു ഷെയ്ഡാണ്. ഇത് വരുന്നത് ലോട്ടസ് പിങ്കും യെല്ലോയും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. ഡ്യുവൽ കോമ്പിനേഷൻ തന്നെ സാരി വരുന്നത്. സെയിം അതേ ക്രഷ് ടിഷ്യൂ തന്നെ, സോഫ്റ്റ് ക്രഷ് ടിഷ്യൂ ആണ് സാരിയുടെ ഫാബ്രിക്. ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ സാരീസ് ആട്ടോ. സിമ്പിൾ ബോർഡർ, ബനാറസി ബോർഡർ വരുന്നത് സിമ്പിൾ ബോർഡർ ആയിരിക്കും. എൻറ്റയർ സാരിയും ആ ഒരു ക്രഷ് ഫീൽഡ് തന്നെയുള്ള നല്ലൊരു ലുക്കിലാണ് സാരി വരുന്നത്. ആ ഒരു ഷോർട്ട് മുന്താണി വരുന്നത് ആ ഒരു ലൈൻസിലാണ്, സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും പല്ലു വരുന്നത്. ബോഡി കംപ്ലീറ്റ് പ്ലെയിനാണ് വരുന്നത്. ആ ഒരു പ്ലെയിൻ ബോഡി വന്നിട്ട് ഈ ഒരു ക്രംബിൾ ഫീലിലായിരിക്കും പല്ലു വരുന്നത്. നല്ലൊരു എലഗൻ ആൻഡ് ക്ലാസി പാർട്ടി വെയർ സാരിയാണ്. ഇതിലും ആ ഒരു യെല്ലോ ടോൺ ഉള്ളതുകൊണ്ട് തന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് അതേ ആ ഒരു മസ്റ്റേർഡ് യെല്ലോയിൽ തന്നെയായിരിക്കും ആ ഒരു ഫ്ലോറൽ ബുട്ടി വർക്കിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. എല്ലാ കളർ കോമ്പിനേഷൻസും ഒന്നിനൊന്ന് നല്ലതാട്ടോ. നല്ല ഡിഫറെന്റ് ആൻഡ് യുണീക്ക് പാറ്റേണിലാണ് ആ ഒരു കളർ പാലറ്റ് വരുന്നത്. ഡ്യുവൽ കോമ്പിനേഷൻസ് വരുന്നത്. എല്ലാ സാരീസിനും കോമൺ ആയിട്ട് ആ ഒരു ഗോൾഡൻ ടിൻറ്റ് കൂടി, കാരണം ടിഷ്യൂ ആയതുകൊണ്ട് ടിഷ്യൂവിൽ എപ്പോഴും ഒരു ഗോൾഡൻ ത്രെഡ് കൂടി വരുമല്ലോ. അപ്പോൾ ഒരു ഗോൾഡൻ ടിൻറ്റഡ് ഡ്യുവൽ കോമ്പിനേഷൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് വരുന്നത് വയലറ്റ് ആണ്. വയലറ്റ് ആൻഡ് നേവി ബ്ലൂ ആണ് ആ ഒരു ഡ്യുവൽ ടോൺ വരുന്നത്. അതിൽ ആ ഗോൾഡൻ ടിൻറ്റ് കൂടി ആഡഡ് ആണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ പാറ്റേണിലാട്ടോ സാരി വരുന്നത്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും നമുക്കൊരു പക്കാ പാർട്ടി വെയർ കളക്ഷൻസ് ആണ് ഇതെല്ലാം തന്നെ. ഇതിൽ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ബ്ലൗസും ഡ്രേപ്പ് ചെയ്യാം. ഇതിനെല്ലാം ഒരു വയലറ്റ് സിൽക്കിന്റെ ബ്ലൗസ് എല്ലാം സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും നല്ലൊരു ലുക്ക് ആയിരിക്കും സാരിക്ക്. സിമ്പിൾ ബോർഡർ ആണ്, ബനാറസി സ്റ്റൈലുള്ള ബോർഡേഴ്സ് വരുന്നുണ്ട് സാരിക്ക്. ക്രഷ് ഫീൽഡ് തന്നെയാണ് എല്ലാ സാരീസിന്റെയും ബോഡി ആൻഡ് പല്ലു. ഇതിൽ വരുമ്പം ആ ഒരു ബ്ലൂ ആണ്, നേവി ബ്ലൂവിലാണ് ആ ഒരു ടോൺ വരുന്നത്. ഏത് ത്രെഡാണ് വന്നിരിക്കുന്നത് ആ ഒരു ത്രെഡിന്റെ കോമ്പിനേഷനിലായിരിക്കും ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ പാലറ്റ് വരുന്നതും അതേ ഡ്യുവൽ കോമ്പിനേഷനിൽ തന്നെ കേട്ടോ. ഇതിന്റെ കോമ്പിനേഷൻ വരുന്നത് സൺസെറ്റ് ഓറഞ്ച് ആൻഡ് മസ്റ്റേർഡ് യെല്ലോ ബ്ലെൻഡഡ് ആണ് സാരിയുടെ ആ ഒരു കോമ്പിനേഷൻ വരുന്നത്. അതിൽ ആ ഒരു ടിഷ്യൂ ആയതുകൊണ്ട് തന്നെ ഗോൾഡൻ യാൺസ് കൂടി വന്നിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് ഈ സാരിയും വരുന്നത്. ബനാറസി ബോർഡർ, സിമ്പിൾ ബോർഡർ തന്നെ വരുന്നത്. ബോഡി കംപ്ലീറ്റ് ആ ഒരു പ്ലെയിൻ പാറ്റേണിൽ വന്നിട്ട് ക്രഷ് ഫീൽഡിൽ തന്നെ സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും സാരിയുടെ മുന്താണി വരുന്നത്.
ഇതിൽ മസ്റ്റേഡ് യെല്ലോയിൽ കോൺട്രാസ്റ്റ് ആയിട്ട് മസ്റ്റേഡ് യെല്ലോയിലാണ് ആ ഒരു ബ്രൊക്കേഡ് വീവിൽ റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും. അതിലും ഒരു സ്മോൾ സ്വീക്കൻസ് വർക്കും വരുന്നുണ്ടാവും കേട്ടോ ബ്ലൗസ് മെറ്റീരിയൽ വരുമ്പോൾ. നെക്സ്റ്റ് സാരി വരുന്നത് ഫാബ്രിക് മാറിയിട്ടുണ്ട്, ടിഷ്യൂ തന്നെ വരുന്നത്. ടിഷ്യൂ കോട്ടയാണ്, സോഫ്റ്റ് കോട്ടയാണ് സാരിയുടെ ഫാബ്രിക് കേട്ടോ. നല്ലൊരു ഷാമ്പെയിൻ പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഇതിൽ ഫുൾ ആ ഒരു സിൽവർ ജെറിയിലുള്ള മോട്ടീവ്സ് ആണ്. ജെറി വുവൺ സ്റ്റൈലിലാണ് ബോഡി കംപ്ലീറ്റ് വരുന്നത്. ഈ ഒരു പാറ്റേൺ ആയിരിക്കും. നല്ലൊരു വേർട്ടിക്കലായിട്ട് ഗോൾഡൻ ആൻഡ് സിൽവർ കോമ്പിനേഷനിലായിരിക്കും ആ ഒരു ജെറി വുവൺ പാറ്റേൺസ് വരുന്നത് കേട്ടോ. ഒരു ജോമെട്രിക്കൽ ഡിസൈനിലുള്ള ജെറി വുവൺ മോട്ടീവ്സ് ആയിരിക്കും ബോഡി വരുന്നത്. ഇതായിരിക്കും വർക്ക് വരുന്നത് സാരിയിൽ. ഒരു സിൽവർ ജെറി വന്നിട്ട് വീണ്ടും ഒരു ഗോൾഡൻ ജെറി ആ ഒരു പാറ്റേണിലായിരിക്കും ബോഡി കംപ്ലീറ്റ് ആ ഒരു വുവൺ പാറ്റേൺസ് വരുന്നുണ്ട്. അത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഫുൾ ബോഡിയിലും സെയിം സ്റ്റൈലിൽ തന്നെ വരുന്നത്. ബോർഡർ വരുന്നതും ടെമ്പിൾ വുവൺ പാറ്റേണിലാണ് ബോർഡർ വരുന്നത്. അതും ആ ഒരു ഗോൾഡൻ ആൻഡ് സിൽവർ പാറ്റേണിൽ തന്നെ ആയിരിക്കും ബോർഡർ വരുന്നത്. ഇതേ സ്റ്റൈലിൽ തന്നെയാണ് സാരിയുടെ മുന്താണി. പല്ലു വരുമ്പം അതേ കോമ്പിനേഷനിൽ തന്നെ ആയിരിക്കും. ഡിസൈൻസ് മാറിയിട്ടുണ്ട്. മുന്താണിയിൽ ഞാൻ ലോങ്ങർ വ്യൂവിൽ കാണിക്കാം കേട്ടോ. ബ്യൂട്ടിഫുൾ ബ്ലൗസാണ് വരുന്നത്. സെയിം അതേ ടോണിൽ തന്നെ ജെറി വുവൺ പാറ്റേണിൽ തന്നെ ബ്ലൗസും വരുന്നത് സാരിക്ക്. നല്ലൊരു സോഫ്റ്റ് കളർ കേട്ടോ. ഒരു ഷാമ്പെയിൻ പിങ്ക് ആണ് സാരിയുടെ കളർ വരുന്നത്. സോഫ്റ്റ് ടിഷ്യൂ ആണ്, ടിഷ്യൂ കോട്ടയാണ് സാരിയുടെ ഫാബ്രിക് കണ്ടോ. ഈ ഒരു സ്റ്റൈലായിരിക്കും ആ ഒരു ജെറി വുവൺ പാറ്റേൺസ് വരുന്നത്. ഞാൻ വൺ ലെയറിൽ കാണിക്കാം. വൺ ലെയറിൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ ഫാബ്രിക്. ഇതായിരിക്കും സാരി വൺ ലെയറിലാണെങ്കിലും ഈ ഒരു സ്റ്റൈലായിരിക്കും വരുന്നത്. മുന്താണി ഈ ഒരു പാറ്റേൺ ആണ്. സാരിയുടെ പല്ലു ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് അക്വാ ഗ്രീൻ ആണ് നെക്സ്റ്റ് ടോൺ വരുന്നത്. സെയിം പാറ്റേൺ തന്നെ കേട്ടോ. സാരി എല്ലാം സെയിം തന്നെയാണ്. സോഫ്റ്റ് ടിഷ്യൂ കോട്ടയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ആ ഒരു ആന്റി ഗോൾഡൻ ആൻഡ് സിൽവർ അതേ ആ ഒരു കോമ്പിനേഷനിൽ കമ്പൈൻ പാറ്റേണിൽ തന്നെ ആയിരിക്കും ബോഡി കംപ്ലീറ്റ് വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ നല്ലൊരു വുമൺ ഡിസൈനിലാണ് സാരി വരുന്നത്. വെർട്ടിക്കലായിട്ട് ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരുന്നത് സാരി. ബോർഡർ ഇല്ല, ആ ഒരു ട്രയാങ്കിൾ മോട്ടീവ്സിൽ തന്നെ ആയിരിക്കും ആ ഒരു ബോർഡർ വരുന്നത്. ഒരു ബോഡി പാർട്ടിനോട് സിമിലർ ആയിട്ട് തന്നെയുള്ള പാറ്റേണിലായിരിക്കും ബോർഡറിലും ആ ഒരു ജെറി വുമൺ സ്റ്റൈലിൽ വരുന്നത്. ബ്യൂട്ടിഫുൾ മുന്താണിയാണ് വരുന്നത്. ഈ ഒരു സ്റ്റൈലിൽ വരുന്നുണ്ട്. സെയിം കോമ്പിനേഷനിൽ തന്നെയായിരിക്കും വുമൺ പാറ്റേണിൽ ബ്ലൗസും വരുന്നത്. വീണ്ടും നല്ലൊരു സോഫ്റ്റ് കളർ പാലറ്റിലാണ് വരുന്നത്. ഒരു മൈൽഡ് ലാവൻഡർ ആണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. ഒരു ഡസ്റ്റി ലാവൻഡർ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. അതേ പാറ്റേൺ തന്നെയാണ്. വെർട്ടിക്കലായിട്ട് ഗോൾഡൻ ആൻഡ് സിൽവർ കോമ്പിനേഷനിലുള്ള ആ ഒരു ജെറി വുവൺ പാറ്റേണിൽ തന്നെയായിരിക്കും ബോഡി വരുന്നത്. കംപ്ലീറ്റ് ഈ ഒരു സ്റ്റൈലിലായിരിക്കും ആ ഒരു ടെമ്പിൾ പാറ്റേണിലായിരിക്കും ബോർഡർ ഫിനിഷ് ചെയ്യുന്നത്. എന്താണ് സെയിം സ്റ്റൈലിൽ തന്നെ ബ്ലൗസും വരുന്നുണ്ട്. ഒലിവ് ഗ്രീൻ ആണ് നെക്സ്റ്റ് ടോൺ വരുന്നത്. ഒലിവ് ഗ്രീനിലും സെയിം സ്റ്റൈലിൽ തന്നെ കേട്ടോ. അതേ പാറ്റേണിൽ തന്നെ ആന്റി ഗോൾഡൻ ആൻഡ് സിൽവർ കോമ്പിനേഷനിൽ എൻ്റയർ സാരിയിലും ആ ഒരു ജെറി വുവൺ പാറ്റേൺസ് വരുന്നുണ്ട്. ടെമ്പിൾ പാറ്റേണിലായിരിക്കും ബോർഡർ ഫിനിഷ് ചെയ്യുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെയുള്ള മുന്താണി അതേ പാറ്റേണിൽ തന്നെയായിരിക്കും ബ്ലൗസും വരുന്നത് സാരിക്ക്. ഈ ഒരു സ്റ്റൈലിലാണ് ബ്ലൗസ്. ഇന്നത്തെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിരുന്നു വന്നിട്ട്. ക്രഷ് ടിഷ്യൂലും ടിഷ്യൂ കോട്ടയിലും വന്ന കളക്ഷൻസ് ആയിരുന്നു. ലാസ്റ്റ് സാരി വരുന്നത് ലൈലാക്ക്, ലാവൻഡർ പ്ലസ് ലൈലാക്ക് ആണ് സാരിയുടെ കോമ്പിനേഷൻ. ഇതിലും ആ ഒരു ആന്റി ഗോൾഡൻ ആൻഡ് സിൽവർ കോമ്പിനേഷനിൽ സെയിം സ്റ്റൈലിൽ തന്നെ വെർട്ടിക്കലായിട്ട് തന്നെ ആയിരിക്കും ആ ഒരു ജെറി വുവൺ പാറ്റേൺസ് വരുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും കേട്ടോ വരുന്നത് സാരി. സിമ്പിൾ ബോർഡർ, മുന്താണി അതേ പാറ്റേണിൽ തന്നെ ആ ഒരു ജെറി വുവൺ പാറ്റേണിലാണ് സാരിയുടെ ബ്ലൗസും വരുന്നത്.